അപ്പോൾ ആ കരനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം മെസ്സിയൊക്കെ ഇങ്ങനെ കരയാന്ന് പറയുമ്പോൾ ഇത്ര വലിയൊരു രാജാവ് ഒരു കരയാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം നമുക്ക്. പക്ഷെ അതിലും വലിയ സന്തോഷം തന്നെ കപ്പെടുത്താണ്. അവസാനം വരെ ഭയങ്കര ഉദ്വേഗം, ഒരു സങ്കടം മെസ്സി പുറത്തിരിക്കേണ്ടത് അല്ലേ, എന്നാലും സന്തോഷം ഇല്ല, അത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. പിന്നെ അതിൽ വലിയ വിഷമം എന്ന് പറഞ്ഞാൽ കൊളംബിയ ബെസ്റ്റായിട്ട് കളിച്ചു, നല്ല കളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കളിച്ചു. ജെയിംസിനൊരു കപ്പ് കിട്ടുന്നു വിചാരിച്ചതാണ്. പക്ഷെ വലിയ ഭാഗ്യം. എൻ്റെ അടുത്ത് കളി ഇതിപ്പോൾ എക്സ്ട്രാ ടൈമായപ്പോൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഗോളടിക്കുകയാണെങ്കിൽ മാർട്ടിനസ് അടിക്കണേ പറഞ്ഞത്, മാർട്ടിനസ് അടിക്കുള്ളൂ ഞങ്ങൾ എൻ്റെ അടുത്ത് കളി കാണുമ്പോൾ. പക്ഷെ നല്ലൊരു ഗോള്, കൗണ്ടർ അറ്റാക്ക് ഒന്ന് നല്ലൊരു ഗോള്. പക്ഷേ മെസ്സിക്ക് ഫുൾ ടൈം കളിക്കാൻ പറ്റാത്ത വലിയ പ്രശ്നമുണ്ട്. ഒരു ഭയങ്കര ഫീലിങ്സാണ്. അവൻ പുറത്തു നിന്നിരുന്നിട്ട് ലാസ്റ്റ് കോപ്പ അമേരിക്കയാണ്, ഫുള്ളായിട്ട് കളിക്കാൻ പറ്റിയില്ല, ആംഗിള് ട്വിസ്റ്റാവുകയും ചെയ്തു. അപ്പോൾ ആ കരനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം മെസ്സിയൊക്കെ ഇങ്ങനെ കരയാന്ന് പറയുമ്പോൾ ഇത്ര വലിയൊരു രാജാവ് ഒരു കരയാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം നമുക്ക്. പക്ഷെ അതിലും വലിയ സന്തോഷം തന്നെ കപ്പെടുത്താണ്. രണ്ട് കോപ്പ അമേരിക്ക ഒരു വേൾഡ് കപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ ഞാനൊന്നും വേണ്ട, രാജാവായി ഓൾറെഡി. റെക്കോർഡ് മറികടന്നു, 15 കിരീടം. ഓ അത് വലിയ കാര്യം. അവിടെ എല്ലാ റെക്കോർഡ് തന്നെയല്ല, ചീനൊക്കെ റെക്കോർഡ് തന്നെയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മെസ്സിക്ക് എന്താ ഗ്രേറ്റ്, വലിയൊരു സന്തോഷമുണ്ട് അർജന്റീന ജയിച്ചത്. കാരണം എല്ലാവരും പറഞ്ഞാൽ 2-1 കൊളംബിയ ജയിക്കുള്ളൂ പറഞ്ഞാണ്. പക്ഷെ നന്നായി ഫൈറ്റ് ചെയ്ത് നിന്നു. പക്ഷെ വലിയ വിഷമം എന്ന് പറഞ്ഞാൽ കൊളംബിയ അത്ര നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസും ഫോർവേഡ്സ് ഹാഫ് ബാക്ക് നല്ല കളി കളിച്ചവർ. കാരണം ഫസ്റ്റ് ഹാഫൊന്നും മറ്റേ ഇവർക്ക് അർജന്റീന ബോളിനെ തൊട്ടിട്ടില്ല. സെക്കൻഡ് ഹാഫാണ് കുറച്ച് കളിച്ചത്. പിന്നെ എക്സ്ട്രാ ടൈം നന്നായിട്ട് അർജന്റീന എന്താ കളിയും കളിച്ചു. ആ കൗണ്ടർ അറ്റാക്ക് റെഡിക്ക് ഒരു കൗണ്ടർ അറ്റാക്ക് കിട്ടിയത് മാർട്ടിനസ് ഗോളാക്കി, നല്ല ഗോളും, ഒരു ഗ്രേറ്റ് ഗോൾ. അല്ല, ആള് ഇങ്ങനെ നിന്നാ മതിയല്ലോ. ആളിപ്പോ നിന്നിട്ടല്ലേ ഇങ്ങനെ കപ്പ് കിട്ടിയാൽ നമുക്ക് വേൾഡ് കപ്പ് കൂടി ഇങ്ങനെ നിന്ന് കിട്ടിയാൽ ഓക്കെ, നല്ലൊരു മാച്ചൊക്കെ കാണാം. തീർച്ചയായും നമുക്ക് ഒരു ആവേശമുണ്ട് മെസ്സിക്ക് കളിക്കുന്നു പറയുമ്പോൾ. പക്ഷെ കളിക്കില്ലേ നാളല്ലേ ഡിസൈഡ് ചെയ്യണ്ടേ. പിന്നെ മെസ്സിക്ക് ഉണ്ടാവാന്ന് പറഞ്ഞ കളിയാണ്. എന്നാ മെസ്സി, റൊണാൾഡോ, പിന്നെ നെയ്മർ അവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കളി കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം അവരുടെയൊക്കെ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത പ്ലേയേഴ്സ് അല്ലേ.